നമസ്കാരം. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ അതാണ് ഇന്ന് സംഭവിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട്, അതായത് ആദ്യത്തെ 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും അത് കഴിഞ്ഞതാ സംസ്ഥാന സമിതിയും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വിഷയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വോട്ട് ചോർച്ച സംഭവിച്ചത്, ഇടതുപക്ഷത്തിന് വോട്ട് ചോർച്ച സംഭവിച്ചതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനും തെറ്റ് തിരുത്താനും വേണ്ടിയിട്ടുള്ളൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പൊള്ളത്തരങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇപ്പൊ അതിന്റെ ഒരു കമന്റ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, മിക്കവാറും ഈ വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അന്വേഷണ കമ്മീഷനെ നിയമിച്ച് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുന്നത് മിക്കവാറും തീവ്രത കുറഞ്ഞ വോട്ട് ചോർച്ചയാണ് ഇപ്രാവശ്യം എന്നായിരിക്കും മിക്കവാറും ഈ പറയുന്ന അതാണല്ലോ സഖാക്കന്മാർ കഴിഞ്ഞ തവണ നമുക്കറിയാലോ, ഒരു ബലാത്സംഗ വീരനെ രക്ഷിച്ചെടുത്തത്, പാർട്ടിയിലെ ഉന്നത നേതാവായ ബലാത്സംഗ വീരനെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ വനിതാ സഖാവ് ഉൾപ്പെടെയുള്ള സഖാക്കന്മാര് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ തീവ്രത കുറഞ്ഞ ബലാത്സംഗം, ലോകത്ത് ഇങ്ങനൊരു നിർവചനം കൊടുക്കാൻ പറ്റാവുന്ന ഈ എന്താ പറയാ വിഡ്ഢികളുടെ പാർട്ടി എന്ന് പറയുന്നത് CPM മാത്രമായിരിക്കും. അപ്പൊ അതേപോലെ തീവ്രത കുറഞ്ഞ ബലാത്സംഗം എന്ന് പറയാൻ ധൈര്യമുള്ള പാർട്ടിക്ക് ഒരു ചളിപ്പുണ്ടാവില്ല. ഇപ്രാവശ്യം നടന്നത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത്, പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ കരുതുന്നത് പോലെ വലിയ ഈ ക്യാപ്റ്റന്റെ അല്ലെങ്കിൽ നമ്മുടെ കാരണഭൂതന്റെ തോന്നിവാസങ്ങളെ കൊണ്ടൊന്നും അല്ല വോട്ട് കുറഞ്ഞത്. കാരണം 6 മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ലെങ്കിലും ജനങ്ങളൊക്കെ ഫുൾ ഹാപ്പി ആയിരുന്നു. സിവിൽ സപ്ലൈസിൽ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ജനങ്ങളൊക്കെ വളരെ 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 ഹാപ്പി ആയിരുന്നു. എല്ലാവരും കാരണഭൂതൻ പാട്ടും പാടി തിരുവാതിര കളിക്കുകയായിരുന്നു. മഹാബലിക്ക് ശേഷം കേരളം ഭരിച്ചിരുന്ന ഏറ്റവും ജനപ്രിയ നേതാവാണ് ഈ കാരണഭൂതൻ. അതുകൊണ്ട് പക്ഷേ ഈ വോട്ട് കുറഞ്ഞതിന് കാരണം അതൊരു തീവ്രത കുറഞ്ഞ വോട്ട് ചോർച്ചയാണ്. ഇതാണ് നമ്മൾ അവസാനം കണ്ടെത്താൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് കടക്കട്ടെ. ഞാൻ ഈ ഇടിവെട്ടിവനെ പാമ്പ് പിടിച്ചെന്ന് പറയുന്നത് ഇപ്പോഴാണ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നു. അതായത് പിണറായിക്കും മകൾക്കും നോട്ടീസ് അയക്കാൻ നമ്മുടെ കുഴൽനാടൻ കൊടുത്ത ഈ വിജിലൻസ് അന്വേഷണം വേണമെന്ന്, മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നല്ലോ. വിജിലൻസ് കോടതിയെ തള്ളിക്കളഞ്ഞു. അപ്പോൾ എന്തായിരുന്നു ഇവിടെ ആഘോഷം എന്നറിയോ? നമ്മളൊക്കെ ഞെട്ടിപ്പോയി. കാരണം ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് ന്യായീകരണ തൊഴിലാളികൾ ഇങ്ങനെ എന്താ പറയാ പതഞ്ഞ് ആഹ്ലാദ നൃത്തം ചെയ്യുകയാണ്. കാരണം മാത്യു കുഴൽനാടന്റെ ആരോപണം മുഴുവനും തെറ്റായിപ്പോയി. മാത്യു കുഴൽനാടൻ ഒളിച്ചോടി. മാത്യു കുഴൽനാടൻ ഇനി രക്ഷയില്ല. മാത്യു കുഴൽനാടൻ പോയി ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് വിചാരിക്കും ഇവരുടെ ഈ പറയുന്ന ഒച്ചപ്പാടും ബഹളവും കണ്ടാൽ. കാരണം നമുക്കറിയാലോ, വിജിലൻസ് വകുപ്പ് ആരുടെ കീഴിലാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ വിജിലൻസ് വകുപ്പ് ഈ പറയുന്ന കാരണഭൂതനെതിരെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഏത് രീതിയിലായിരിക്കും പരിഗണിക്കാന്ന് പരിഹാരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാലോ. അപ്പൊ അങ്ങനെ ഈ കേസ് വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞപ്പോ കുഴൽനാടൻ നേരെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി ഇന്ന് ആ കുഴൽനാടന്റെ ഹർജി പരിഗണിച്ചിട്ട് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും നോട്ടീസ് അയക്കാൻ വേണ്ടി ഉത്തരവായിരിക്കുന്നു. കാരണം ഈ എക്സാലോജിക്കുമായിട്ടുള്ള ഇടപാടിൽ, കാരണം മുഖ്യമന്ത്രി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് ആ ഒരു ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും കൂടി 1,72,00,000 രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്ന് പറയുന്ന മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇത് പിണറായി വിജയനും മകൾക്കും ഇനി കോടതിയിലെത്തണം. ഇതുവരെ സഖാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായിക്കെതിരെ എന്ത് കേസ് എന്നായിരുന്നു. ഇപ്പൊ ആ കേസ് വന്നിരിക്കുന്നു. ഹൈക്കോടതിയിൽ ഈ 2 പേരും എന്റെ 2 കൈകളും ഉയർത്തിക്കൊണ്ട് കൈകൾ ശുദ്ധമാണ് എന്ന് പിണറായി നമ്മളെ മുഴുവനും പറ്റിച്ചല്ലോ. ഇനി കോടതിയിലും പോയി ഇതേപോലെ 2 കൈ ഉയർത്തണം. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ കിടക്കുന്നുണ്ട് നമ്മുടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ, ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ക്വാസി ജുഡീഷ്യൽ ബോഡിയായ ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടില് വളരെ വ്യക്തമായിട്ട് PV എന്ന് പറയുന്ന പേരുണ്ട്. PV ഞാനല്ല എന്ന് പറയുന്ന ഈ മനുഷ്യൻ എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞാലും ഈ ഭൂമി മലയാളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാം PV എന്നുള്ളത് ആരാണ് എന്ന്. അതുപോട്ടെ. അപ്പൊ ഏതായാലും കോടതിയില് കോടതി പിണറായിയുടെ നെഞ്ചത്തിട്ട് തന്നെയാണ് പൊട്ടിച്ചത്. കാരണം ഇതിന്റെ ഒരു രസം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഈ സംസ്ഥാന സെക്രട്ടറിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഈ വൃത്തികെട്ട ഭരണം, ഇതാണ് വോട്ട് ചോർച്ച എന്നുള്ള രീതിയിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച നമുക്കറിയില്ല എത്രമാത്രം കാര്യമാത്ര പ്രസക്തമായാണ് അവിടെ ചർച്ച നടത്താതിരിക്കുന്നത്. അല്ലെങ്കിൽ പിണറായി കണ്ണുരുട്ടിയപ്പോൾ മിക്കവാറും അതിനാണ് സാധ്യത. ഈ രാശിപ്പലകയിൽ രാശിയൊക്കെ വെച്ച് ഗണിച്ച് നോക്കുന്നതിനിടയിൽ പിണറായി കണ്ണുരുട്ടിയിട്ടുണ്ടാവും. മിണ്ടിയാൽ അതുകൊണ്ട് ഒരു പക്ഷേ ആരും അങ്ങനെ ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല.
പക്ഷേ കോടതി പിണറായിയുടെ പിന്നിൽ ഒളിയമ്പൊന്നുമില്ല ചെയ്തത്. നമ്മുടെ ഡോക്ടർ ഐസക് ചെയ്ത പോലെ, അല്ലെങ്കിൽ ജി സുധാകരൻ ചെയ്ത പോലെ, അല്ലെങ്കിൽ പി ജയരാജൻ ചെയ്തതുപോലെ ഇവരൊന്നും ഇങ്ങനെ ഒളിയാക്രമണമൊന്നുമില്ല, തുറന്ന ആക്രമണം തന്നെയാണ് ഈ 3 സഖാക്കന്മാരും നടത്തിയത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മൂവർ സംഘമാണ്. നമ്മുടെ ഏക പ്രതീക്ഷ, അല്ലെങ്കിൽ ഈ പാർട്ടിയെ CPM-നെ സ്നേഹിക്കുന്ന നമ്മുടെയൊക്കെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ മൂവർ സംഘം തന്നെയാണ്. ജി സുധാകരനാണ്, പി ജയരാജനാണ്, അതേപോലെ നമ്മുടെ ഡോക്ടർ ഐസക്കാണ്. അപ്പൊ ഇവർക്കൊക്കെ എതിരെ എന്തൊക്കെ പരാതികളൊക്കെ ഉണ്ടെങ്കിലും ഈ പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഇവര്. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർ ഒരു ഭാഗത്തുണ്ട്. പക്ഷെ ഇവർക്ക് എത്രമാത്രം ശക്തമായി ഈ കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് പറയില്ല. പ്രത്യേകം സംസ്ഥാന സമിതിയിലൊന്നും ജി സുധാകരന് പോയി സംസാരിക്കുന്ന പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്, മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നതിൽ കാമ്പുണ്ട്, കഴമ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ മാസം അവസാനം അല്ല, ജൂലൈ 2-3 തീയതികളിലാണ് ഇത് സംബന്ധിച്ചുള്ള ഇവരുടെ മറുപടി. അതായത് പിണറായി വിജയനും വീണ വിജയനും കോടതിയിൽ അവരുടെ ഈ നോട്ടീസിന് മറുപടി നൽകണം. മറുപടി എത്രമാത്രം കോടതിയിലാണ്, കള്ള മറുപടിയൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഇവർക്കൊന്നും, ഈ സഖാക്കന്മാർക്കൊന്നും ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ സേവനം നടത്തി എന്നാണ്. ഇപ്പോഴും പറയും ഈ പവർ പോയിന്റും അല്ലെങ്കിൽ ഈ MS ഓഫീസും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സേവനം നടത്തിയെന്ന് പറഞ്ഞ് നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് എനിക്ക് വയ്യ പറയാൻ. അതുപോട്ടെ, ഏതായാലും പിണറായി വിജയൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതൊരു സാധാരണ പെടലല്ല, ഇത് ഒന്നൊന്നര പെടലാണ്. കാരണം 2 ഭാഗത്ത് നിന്നും, ഒന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് ഈ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഒരു ഭാഗത്ത് വരുന്നു. ഈ പാർട്ടി പറഞ്ഞത്, അല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കന്മാർ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ് ഈ കോടതി പറയുന്നത്. മാത്രമല്ല, ഇത് മറ്റൊന്ന് SFIO അന്വേഷണം ഇവിടെ വരുന്നു. SFIO അന്വേഷണം നടന്നു വരുന്നു. അത് മിക്കവാറും വീണയെ പിടിക്കാൻ വേണ്ടി ഉള്ള ഒരു ഘട്ടത്തിലാണ്. എപ്പം പിടി വീഴുന്നു നോക്കിയാൽ മതി. വീണയെ പിടിച്ചു കഴിഞ്ഞാൽ PVക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. കാരണം വീണ അക്കൗണ്ടിലൂടെയാണ് പൈസ വാങ്ങിയത്. PV പൈസ വാങ്ങിയത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. ജി ശക്തിധരൻ പറയുന്നു കൈതോലപ്പായിൽ പൊതിഞ്ഞു കൊണ്ടുപോയതിനെ പറ്റിയിട്ടും ഷീറ്റിൽ പൊതിഞ്ഞു കൊണ്ടുപോയതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല, അതിന്റെ വാസ്തവസ്ഥിതി അറിയില്ല. അറിയാത്തതിനെ കുറിച്ച് നമുക്ക് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇവിടെ നല്ല രീതിയിലുള്ള ഈ പറയുന്ന അഴിമതികൾ നടന്നിട്ടുണ്ട്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് പിണറായി വിജയനാണ് ഈ സംസ്ഥാനത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചുമതലയുള്ള വകുപ്പ് വഹിക്കുന്ന മന്ത്രിയാണ്. പരിസ്ഥിതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ മകളാണ് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി നാശം സംഭവിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇടപാടുകൾ നടത്തുന്ന. ആലോചിച്ച് നോക്കിയാട്ടെ. ഇത് സഖാക്കളൊക്കെ ഇതൊക്കെ കേട്ടിട്ടും ഈ പാർട്ടിയെ വിശ്വസിച്ച് കൂടെ നടക്കുന്നുണ്ടല്ലോ. ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, കാരണം ഇത് പറഞ്ഞു മടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം സംഭവിക്കാൻ പോകുന്നത്, ഈ പറയുന്ന നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ ഈ സംസ്ഥാന സമിതി കഴിയുന്നതോടെ, സംസ്ഥാന സമിതിയിൽ നിന്ന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് വിചാരിക്കാം. നമ്മൾ അങ്ങനെയാണല്ലോ, ഈ തീവ്രത കുറഞ്ഞ വോട്ട് ചോർച്ചയൊക്കെ അവിടെ കിടക്കട്ടെ. പക്ഷെ കോടതിയുടെ പിടിയിലായിരിക്കുകയാണ്. ഇനി നാളെ നമ്മുടെ സഖാക്കൾക്ക് വന്നിരുന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. ഈ പിണറായിക്കെതിരെ ഒരു കേസും ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റാവുന്നത് വേണമെങ്കിൽ ആ കാരണബോധൻ പാട്ടും പാടി തിരുവാതിര കളിക്കാം, അല്ലെങ്കിൽ കഴുകൻ പാട്ടും പാടി ഈ പിണറായി വിജയുടെ മഹത്വങ്ങൾ ഇനിയും വാഴ്ത്തി പാടണം. അങ്ങനെ പാടി എത്ര കാലം പാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ സഖാക്കൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാം, ഏറ്റവും അവസാനം വന്നത് നമ്മുടെ ആലപ്പുഴയിലെ MLA എസ് സലാം MLA ഈ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നാണ് ജി സുധാകരനെ വിളിച്ചത്. ആ വാർത്ത വായിച്ചിട്ട് ഞെട്ടിപ്പോയി. അതായത് ഒരു പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ജി സുധാകരൻ ആരാണ്, H സലാം ആരാണ് എന്നൊക്കെ ഈ നാട്ടിലെ ആൾക്കാർക്ക് അറിയാം. H സലാം എന്ന് പറയുന്ന ക്രിമി പോലുള്ള ഈ പറയുന്ന പൊട്ട സഖാവ് പറയാണ് ജി സുധാകരനെ ക്രിമിനൽ എന്ന്. ഇത് നമ്മുടെ റഹീം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഷാഫി പറമ്പിലിനെ പൊളിറ്റിക്കൽ ഇയാളെന്താണ് പറയുക, പോയ്സൺ ആണ്, ഇയാള് വിഷമാണ്, രാഷ്ട്രീയ വിഷമാണ് എന്ന് പറഞ്ഞ റഹീമിന് പഠിക്കുകയാണ് H സലാം പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ ആണ്. ഇവിടെ പൊളിറ്റിക്കൽ ക്രിമിനലിസം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ജി സുധാകരൻ വളരെ കൃത്യമായി പറഞ്ഞതിന് ഈ പറയുന്ന പിണറായി ശിങ്കിടി, ഈ കാളികോളി സംഘത്തിന്റെ ഏറ്റവും മണ്ടൻ നേതാവായ H സലാം പറയുകയാണ് ഇത് പൊളിറ്റിക്കൽ ക്രിമിനൽ ആണെന്ന്.
നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരെ മുഴുവനും പിണറായിയുടെ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട്, പിണറായിയുടെ പ്രേമം കിട്ടാൻ വേണ്ടിയിട്ട്, പിണറായിയുടെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, കട്ടുമുടിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ജി ശക്തിധരൻ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു, കാരണം ഈ തെറ്റുതിരുത്തൽ ഒരു മണ്ണാങ്കടി ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഈ തെറ്റ് തിരുത്തിക്കാൻ വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും തെറ്റുകൾ നടന്നെങ്കിലേ ഇവർക്ക് ഇവരുടെ കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കമ്പനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ എല്ലാവിധ കറക്ക് കച്ചവടങ്ങളും ചെയ്യാൻ ഇവിടെ ഈ രീതിയിലുള്ള സിസ്റ്റം വേണം. ഇത് ശുദ്ധീകരിക്കപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോലുള്ള, ഇപ്പൊ എന്നെ പറ്റിയിട്ടൊക്കെ പറയുന്നത് ഈ CPM എതിരെ നമ്മൾ CPM-നെതിരെ നമ്മൾ വിമർശിക്കുന്നത് CPM-നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് നമ്മളെ പല സഖാക്കൾക്കും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനൊക്കെയായ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സതീഷ് ബാബു കൊല്ലമ്പലത്ത് എന്നോട് പറഞ്ഞു, ഹരീഷേട്ടാ നിങ്ങൾ പാർട്ടിയുടെ അടിവേര് മാന്തുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വേര് മറന്നുപോയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സതീഷെ, ഒരു വേരും മറന്നിട്ടില്ല. വേര് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം പാർട്ടി രക്ഷപ്പെടണം. നിങ്ങളെപ്പോലെ ഈ പറയുന്ന പേടിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ പറയുന്ന വിഡ്ഢിത്തങ്ങൾ കേട്ടിട്ട് വിഴുങ്ങി ഓരോ ദിവസവും രാത്രി കിടക്കാൻ പോകുമ്പോൾ ഓരോ ന്യായീകരണ ക്യാപ്സുകളും വിഴുങ്ങി നടന്നാൽ ഈ പാർട്ടി ഇവിടെ എത്തുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. പിണറായി വിജയൻ അല്ല നമ്മുടെ ഈ എന്താ പറയാ ഈ CPM-ന്റെ അവസാന വാക്ക്. ഒരുപാട് പാർട്ടി സെക്രട്ടറിമാരെ, ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ട നാടാണിത്. EK നായനാരെ പറ്റിയിട്ടൊക്കെ, അല്ലെങ്കിൽ EMS-നെ പറ്റിയിട്ടൊക്കെ, C അച്യുതമേനോനെ പറ്റിയിട്ടൊക്കെ, അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ പറ്റിയിട്ടൊക്കെ ഒരുപാട് നമ്മുടെ മനസ്സിൽ അഭിമാനമുണ്ട്. പക്ഷെ ഈ മനുഷ്യനെ കുറിച്ച് എന്ത് അഭിമാനിക്കാനാണ്? എന്താണ് കേരളത്തിന് പിണറായി വിജയന്റെ സംഭാവന എന്ന് പറയുന്നത്? മകൾക്ക് IT കമ്പനി, ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി ഉണ്ടാക്കി കൊടുത്തതാണോ? അല്ലെ മരുമോനെ മന്ത്രിയാക്കിയതാണോ? പറഞ്ഞാൽ അതിയായി പോകും. അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഏതായാലും ഹൈക്കോടതി എന്താ പറയാ, നമ്മുടെ കുഴൽനാടന്റെ കേസ് വിജിലൻസ് കോടതി തള്ളിയതുപോലെ തള്ളിയില്ല, നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണാം. പിണറായി അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മതിക്കില്ല. നമ്മളെന്ന് പറയുന്നത് കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന, ഈ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, എന്താണ് ഇടതുപക്ഷം, എന്താണ് ഹൃദയപക്ഷം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യനെ എത്രയും പെട്ടെന്ന് ഈ അധികാര സ്ഥാനത്ത് നിന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ യജ്ഞത്തിന് തുടക്കമാണ് ഈ പറയുന്ന ഹൈക്കോടതിയുടെ ഈ നോട്ടീസ് എന്ന് ഞാൻ കരുതുന്നു. ഇനി വരും ദിവസങ്ങളിൽ ആ രീതിയിലുള്ള നമ്മുടെ പാർട്ടി രക്ഷപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ പാർട്ടിയുടെ ബംഗാളിലെ പോലെ കുറ്റിയേറ്റ് പോകുമെന്നുള്ള ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവായ ചിന്താഗതി അല്ല ഞാൻ പറയുന്നത്. ഞാൻ വളരെ പോസിറ്റീവാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കണം. നല്ല ഊർജ്ജസ്വലരായ പാർട്ടിയെ സ്നേഹിക്കുന്ന ആദർശ നിഷ്ഠയുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള ഒരു പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടാവണം. ഇപ്പോഴത്തെ ഈ പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ പിയേഴ്സിൽ ഒരു ചർച്ചയിൽ പറഞ്ഞു, ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഫുട്ബോൾ കളിയല്ല മാഷയെന്ന്. ഫുട്ബോൾ കളിയല്ല മാഷയെ ഈ പാർട്ടി സെക്രട്ടറി പദം എന്ന് പറയുന്നത്. കാരണം ഈ ആൾക്കാരുടെ മുന്നിൽ കോമാളി കളിച്ച്, ആൾക്കാരുടെ മുന്നിൽ ഈ മാതിരി ഇളിച്ചു കാണിച്ച് നടന്നാലൊന്നും പാർട്ടി സെക്രട്ടറി ആവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ യോഗ്യതയുണ്ട്. മുമ്പൊരു ചർച്ചയിൽ നമ്മുടെ ഉമേഷ് ബാബു ആണെന്ന് പറഞ്ഞത്, പണ്ടത്തെ ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരൊക്കെ നടന്നു പോകുമ്പോൾ ചുറ്റുമുള്ള കടകളിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ആദരവ് കൊണ്ട്. ഇപ്പം ഗോവിന്ദ മാഷ് നടന്നു പോകുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കല്ല, കൂക്കി വിളിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള കാളികൂളി സംഘങ്ങളൊക്കെ അപ്രത്യക്ഷമാകണം. ഒരു നല്ല സിസ്റ്റം ഇവിടെ വരണം. അതിനുള്ള തുടക്കമായ ആവട്ടെ ഈ കോടതി വിധി, ഈ തരത്തിലുള്ള നമ്മുടെ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും അത് കഴിഞ്ഞ് PB-യിലൊക്കെ വരാൻ പോകുന്ന ചർച്ച എന്ന് വെറുതെയാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.